ബോംബ് രാഷ്ട്രീയം CPM-ന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയല്ലേ. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ പോയി ആരെങ്കിലും ഈ ബോംബ് കെട്ടി മരിക്കാൻ നിൽക്കുമോ? ലോകത്തിന് ഇന്ത്യ രാജ്യം സാങ്കേതിക മേഖലയിൽ ഗഗൻയാനും ചന്ദ്രയാൻ പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന ഒരു സമയത്ത് കണ്ണൂരിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇപ്പോഴും സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഗതികേടല്ലേ? നാദാപുരത്തെ ബോംബ് സ്ഫോടനം രാഷ്ട്രീയമായ കാര്യമാണെങ്കിൽ പാനൂരിലെ സ്ഫോടനം കുടിപ്പകകൾ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ളത് അതൊരു നിമിത്തമായി എന്ന് മാത്രം. കണ്ണൂർ പോലെ രാഷ്ട്രീയം ഇത്രമേൽ തെളിച്ചുമറിയുന്നൊരു ജില്ല വേറെയുണ്ടാവില്ല. ശക്തവും തീവ്രവുമായ രാഷ്ട്രീയം പേറുന്ന മണ്ണ്. എണ്ണിയാലൊടുങ്ങാത്ത പോരാട്ടങ്ങളും സമരങ്ങളും നിറഞ്ഞ ചരിത്രം തന്നെയാണ് അതിനു പിന്നിൽ. ആ സമരവീതിയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയും. ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആഴത്തിൽ വേരോട്ടമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയാണ് കണ്ണൂർ ചുവപ്പ് കോട്ടയാകുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കണ്ണൂർ അത്ര ചൊന്നിട്ടല്ല. മണ്ഡലം കൂടുതലും ചാഞ്ഞത് വലത്തോട്ടാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ശക്തി കേന്ദ്രങ്ങളാണ് ജില്ലയിൽ UDF-ന് കരുത്തോടെ നിർത്തുന്നത്. NDAക്ക് സ്വാധീനമുള്ള മേഖലകളും മണ്ഡലത്തിലുണ്ട്. അതിനാൽ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് എപ്പോഴും ചൂടേറും. കൊണ്ടും കൊടുത്തും മുന്നണികൾ കളത്തിലിറങ്ങുമ്പോൾ കണ്ണൂർ പ്രവചനാതീതമെന്ന് പറയാതെ വയ്യ. കണ്ണൂരിൽ CPM-ന് പലകുറി വെല്ലുവിളിർത്തിയ നേതാവാണ് K. സുധാകരൻ. തളിപ്പറമ്പടക്കം ഇടതുകോട്ടകളാടിയുലഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് സാധൂകരണവുമാണ്. അത് ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും സുധാകരനെ തന്നെ UDF കളത്തിലിറക്കി കഴിഞ്ഞു. നേരിട്ട് കാണുന്നില്ലേ? ആവേശഭരിതമാണ്. ഞങ്ങളുടെ ടാർഗറ്റ് 20 ഔട്ട് ഓഫ് 20 ആണ്. അവിടെ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളെ കണക്കുകൂട്ടാൻ. ഇപ്പൊ 1-2 മണ്ഡലത്തെ കുറിച്ച് സംശയം പറയുന്നത്, പക്ഷെ ഞങ്ങൾക്ക് അത് സംശയമില്ല. CPM-ന് രാജ്യത്ത് തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരിൽ പാർട്ടിയെ വർഷങ്ങളായി നയിച്ച ആളാണ് MV ജയരാജൻ. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറച്ച് LDF ജയരാജനെ തന്നെ തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കി. ഇടതുപക്ഷം വിജയിക്കണമെന്നുള്ള പൊതുവികാരമാണ് ഈ സ്വീകരണ പരിപാടികളിലെല്ലാം ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. അതിന് കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തിരുന്നു. കോൺഗ്രസ് ദയനീയമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമാണ് ജയിക്കേണ്ടത് എന്നുള്ള ഒരു പൊതുവികാരം ജനങ്ങളിലുണ്ട്. UDF-നെയും LDF-നെയും തുണച്ചിട്ടുള്ള കണ്ണൂർ ഇക്കുറി തങ്ങൾക്കനുകൂലമായി വിധിയെഴുതുമെന്ന പ്രതീക്ഷയിലാണ് NDA. BJP ദേശീയ കൗൺസിൽ അംഗമായ C. രഘുനാഥാണ് കളത്തിൽ. വെൽഫെയർ പൊളിറ്റിക്സ് ഉയർത്തിയാണ് രഘുനാഥ് കണ്ണൂർ പിടിക്കാനൊരുങ്ങുന്നത്. വികസന രാഷ്ട്രീയം മാത്രമല്ല, പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് വെൽഫെയർ പൊളിറ്റിക്സ്. ജനങ്ങളൊക്കെ തന്നെ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉയർത്തി കാണാൻ പോകുന്നത്. പഴയ കാലത്തെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും സൗകര്യം ആവശ്യമാണ്, എല്ലാവർക്കും ജീവിത നിലവാരം വർദ്ധിക്കണം, എല്ലാവർക്കും സുഖസൗകര്യങ്ങൾ ഉണ്ടാവണം. ആ പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക്, പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കണ്ണൂരിലെ ജനങ്ങൾ മാറണം. വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ കാലഘട്ടത്തിലേക്ക് കണ്ണൂരിലെ ജനത മാറണം, അത് കേരളം മാറണം. അതാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 5 വർഷം കണ്ണൂർ MP പൂർണ്ണ പരാജയമാണെന്ന് MV ജയരാജൻ. MP മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് C. രഘുനാഥ്. എന്നാൽ MP പ്രവർത്തനത്തിൻ്റെ രേഖ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടെന്ന് K. സുധാകരൻ. MPയുടെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണെന്ന് MP തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പാർലമെൻറ്റിലെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ പറഞ്ഞത് ഞങ്ങളെന്താ പോയി കളക്കണോ എന്നാണ്. അതുതന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും സ്വീകരിച്ച സമീപനം. MPക്ക് എന്ത് ചെയ്യാനാണ്, ഞാനവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇതാണ് തിരുത്തേണ്ടത്. ഇത് തിരുത്താൻ കഴിയണമെങ്കിൽ ഇവിടെ ഒരു മാറ്റം വേണം. ഈ സമൂഹത്തിന് കിട്ടേണ്ട, ഈ നിയോജകമണ്ഡലത്തിൽ കിട്ടേണ്ട വികസനങ്ങൾക്ക് കിട്ടേണ്ട കാശ് പോലും ലാപ്സാക്കി അറിയുന്ന
ഒരു MP ആണ് നമുക്കുള്ളത്. ആ രീതിയിൽ ഒരു ദയനീയ പരാജയമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾ അതിനെ വളരെ അവജ്ഞയോടുകൂടിയാണ് നോക്കിക്കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴമ്പിലെ വെറും ശുദ്ധ അസംബന്ധം. എൻ്റെ തൃപ്തി വരെ ഞാനത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ വീടുകളിലും അതിൻ്റെ ലഘുലേഖ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുത്തുന്ന രേഖയാണ് ഞാൻ വീടുകളിൽ എത്തിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് സർക്കാരിനെയും ജനങ്ങളെയും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘടകമാണ്. ജനങ്ങളെ പിന്തുണ വേണം, സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവ് വേണം. അവിടെ ഞാൻ ഒരു വ്യക്തി, ഒരു MP എന്ന നിലയ്ക്ക് എൻ്റെ മാക്സിമം പ്രഷർ, പ്രത്യേകിച്ചും നമ്മുടെ കാർഷിക രംഗത്തെ വിഷയങ്ങളൊക്കെ വളരെ ഭീകരമായ പ്രശ്നമാണ്. മൃഗങ്ങളുടെ കാട്ടുമൃഗങ്ങളുടെ അക്രമങ്ങൾ, കർഷകന്മാരുടെ നാണ്യവിളയുടെ വിലകുറവ്, അവർക്ക് കടബാധ്യത, ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണം. കടബാധ്യതയിൽ നിന്ന് കർഷകന്മാരെ ഒഴിവാക്കണം, അവരുടെ ലോണുകൾ തീർത്തു കൊടുക്കണം, അവർക്കുള്ള കാട്ടുമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം. അത് ആ രീതിയിലൊക്കെയുള്ള എല്ലാ പ്രവർത്തനത്തിലും എൻ്റെ അധികാരം MP ആയാൽ എൻ്റെ അധികാരം ഉപയോഗിച്ച് അതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. മണ്ഡലത്തിൻ്റെ വികസനം, പ്രത്യേകിച്ച് കർഷക ജനത നേരിടുന്ന പ്രശ്നങ്ങൾ, വില തകർച്ചയുടെയും വന്യജീവികളുടെ അക്രമത്തിൻ്റെയും പ്രശ്നങ്ങൾ, അത് പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാവുന്ന വേദിയായി ലോകസഭയെ മാറ്റും. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും. പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ടത് അവിടെ ഉന്നയിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടേണ്ടവ അവിടുന്ന് നേടും. സംസ്ഥാന സർക്കാർ മുഖേന നടപ്പാക്കേണ്ട പദ്ധതികൾ നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനും സമ്മർദ്ദം ചെലുത്തും. കണ്ണൂരിൽ സമഗ്രമായ വികസനം, കണ്ണൂർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിമാനത്താവളം നമുക്കുണ്ട്. ആ രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഇന്ന് അത് നാശത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പോയിൻ്റ് ഓഫ് കോൾ എന്നുള്ള അംഗീകാരം നേടിയെടുത്ത് ഏറ്റവും നല്ല എയർപോർട്ടാക്കി നമുക്ക് മാറ്റണം. വൈഡ് ബോഡി വിമാനങ്ങൾ, ലോങ് ബോഡി വിമാനങ്ങൾ ഒക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വിമാനത്താവളമാക്കി മാറ്റാൻ ഞാൻ പരിശ്രമിക്കും. അതിനു വേണ്ടിയുള്ള വകുപ്പ് തലത്തിലുള്ള ചർച്ചകൾ നടത്താൻ തയ്യാറാകും. വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ട് ആ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ സമയം കണ്ടെത്തും. സമയം കണ്ടെത്തുന്ന ഒരാളാണ് കണ്ണൂരിന് ആവശ്യം. എണ്ണയിട്ട യന്ത്രം പോലെ മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടയ്ക്കാണ് പാനൂരിൽ ഒരു ബോംബ് പൊട്ടുന്നത്. ഒരുപക്ഷെ അതുവരെ തയ്യാറാക്കി വെച്ച എല്ലാ അജണ്ടകളെയും പൊളിച്ചെഴുതാൻ തക്ക വീര്യമുള്ള ഒന്ന്. തിരഞ്ഞെടുപ്പിൽ ഇതെന്ത് സ്വാധീനമുണ്ടാക്കും? തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ കലാപമുണ്ടാക്കാൻ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും മനസ്സിലാവാത്തത് എപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ നന്നാവാൻ പോകുന്നത്? ലോകത്തിൻ്റെ ഇന്ത്യ രാജ്യം സാങ്കേതിക മേഖലയിൽ ഗഗൻയാനും ചന്ദ്രയാൻ പദ്ധതികളൊക്കെ നടപ്പാക്കുന്ന ഒരു സമയത്ത് കണ്ണൂരിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇപ്പോഴും സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഗതികേടല്ലേ? തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും ഉറപ്പായിട്ട്. ബോംബ് രാഷ്ട്രീയം CPM-ന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചിരിക്കുകയല്ലേ. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ പോയി ആരെങ്കിലും ഈ ബോംബ് കെട്ടി മരിക്കാൻ നിൽക്കുമോ? എന്നിട്ട് അവർക്കെന്താ ഒരു ദുഃഖമില്ല, ഒരു പശ്ചാത്താപമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. CPM-ന്റെ ഒരു നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഒരു പ്രവർത്തകനും ഒരു പശ്ചാത്താപം തോന്നിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഭീകരമായ ഒരു മാനസികാവസ്ഥ. അത് രാഷ്ട്രീയമല്ല, അത് ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള ഒരക്രമത്തെ തുറന്നുള്ള കുടിപ്പകയെ തുടർന്ന് ബോംബ് നിർമ്മിച്ച് പ്രതികാരം വീട്ടാനുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനമാണ്. അതിനെ അതായി കാണുന്നു. ഇപ്പം നാദാപുരത്ത് ലീഗ് കേന്ദ്രത്തിൽ ലീഗുകാരുടെ വാഹനത്തിൽ ഉഗ്രസ്ഫോടനം നടന്നല്ലോ. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. നാദാപുരത്തെ ബോംബ് സ്ഫോടനം രാഷ്ട്രീയമായ കാര്യമാണെങ്കിൽ പാനൂരിലെ സ്ഫോടനം കുടിപ്പകകൾ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ളത് അതൊരു നിമിത്തമായി എന്ന് മാത്രം. അടുത്തിടെ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോയത് മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കുന്നുണ്ട്. K. സുധാകരനടക്കം BJP-യിലേക്ക് പോകുമെന്ന ചോദ്യവും ഇടതുപക്ഷം ഉയർത്തുകയാണ്. BJP-യുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനാണ്, KPCC നേതാവാണ്. ഇപ്പം ജനങ്ങളത് തിരിച്ചറിയും. കാലുമാറ്റക്കാരെ എങ്ങനെ വിശ്വസിക്കും? ഇത് ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യമാണ്.
UDFിൻ്റെ സ്ഥാനാർത്ഥി ഐ വിൽ ഗോ വിത്ത് BJP എന്ന് ഇടക്കിടക്ക് പറഞ്ഞ ആളാണ്. RSSൻ്റെ ശാഖകൾക്ക് കാവൽ കിടന്ന ആളാണ്. നെഹ്റു RSSുമായി സന്ധി ചെയ്തു എന്ന ചരിത്ര വിരുദ്ധ കാര്യം പ്രസംഗിച്ചു നടന്നയാളാണ്. ഇത് ഗാന്ധിയൻ നെഹ്റുവിൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയിൽ പോകുമെന്ന പ്രഖ്യാപനം ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും UDF അണികളിൽ നിന്ന് തന്നെ ഈ സ്ഥാനാർത്ഥികൾക്കെതിരായ പ്രതിഷേധം ഉയർന്നു വരും. അത് ഏത് കാലം പറയാൻ തുടങ്ങിയതാണ്. അഭിമാനം അന്തസ്സുള്ള ഒരാൾ ഇത് പറയൂ, ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്നോ പോകുന്നല്ലേ അവർ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കെന്താ തടസ്സമുണ്ടോ? ഒന്നുമില്ലല്ലോ. എനിക്ക് രാഷ്ട്രീയം എൻ്റെ ബൈബർത്താണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്. അതിലൊന്നും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വരില്ല, ചിന്തയിലും വരില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ കോൺഗ്രസ്സാണ്. അവരെ പോലെ തന്നെ രാഷ്ട്രീയമായി പാരമ്പര്യമാണ് ഞാനുമെന്ന് നിങ്ങളെല്ലാവരും ഓർക്കുക. ഞങ്ങളൊക്കെ മുന്നണിയിൽ എത്തിയില്ലാതേ ഉള്ളൂ. എൻ്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ് ജയരാജനായാലും ശരി, സുധാകരനായാലും ശരി. സുധാകരൻ്റെ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും ഇതിൽ പിന്നോട്ട് നിൽക്കുന്ന ആളുകളല്ല. കണ്ണൂരിൽ ഒരു അട്ടിമറി സാധ്യതയല്ല, അട്ടിമറി ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭൂരിപക്ഷമൊക്കെ ജനങ്ങൾ നിർണ്ണയിക്കേണ്ടതാണ്. എന്തായാലും ഇടതുപക്ഷം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും. മൊത്തം കേരളത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കോൺഗ്രസിന് സാധിക്കും. തിരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ പാരമ്യത്തിലാണ്. പരമാവധി വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കണ്ണൂരിൻ്റെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും ഒന്നുറപ്പ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത പോരാട്ടമാണ് ഇത്തവണ കണ്ണൂരിൽ.